നമസ്കാരം. എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളിൽ ഭൂരിപക്ഷവും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആണോ അതോ ഇലക്ട്രോണിക്സ് ആണോ ബെറ്റർ ബ്രാഞ്ച്? യഥാർത്ഥത്തിൽ ഈ ചോദ്യത്തിൽ തന്നെ ഒരു കറക്ഷൻ ആവശ്യമുണ്ട് എന്ന് എപ്പോഴും തോന്നാറുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആണോ ഇലക്ട്രോണിക്സ് ആണോ ബെറ്റർ ബ്രാഞ്ച് എന്നതിനേക്കാൾ ഉപരി കമ്പ്യൂട്ടർ സയൻസ് ആണോ ഇലക്ട്രോണിക്സ് ആണോ എനിക്ക് ബെറ്റർ ആയിട്ടുള്ള ബ്രാഞ്ച് എന്ന് ചോദിക്കുന്നതല്ലേ കൂടുതൽ ശരി? ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനാണ് ഇന്നത്തെ വീഡിയോ. ഐ എം ഡോക്ടർ സജി ബാലകൃഷ്ണൻ, ചെയർമാൻ ആൻഡ് ചീഫ് കരിയർ മെന്റർ, പ്രൊവിൻസ് അക്കാഡമി ഓഫ് കരിയർ എഡ്യൂക്കേഷൻ. ഈ കോഴ്സുകളെ കുറിച്ച് തീരുമാനമെടുക്കുന്നതിന് വേണ്ട വേരിയസ് ആസ്പെക്ട്സ് നമുക്കൊന്ന് നോക്കാം. ഫാക്ച്വലി ആസ് ഓൺ ടുഡേ കമ്പ്യൂട്ടർ സയൻസിനാണ് പബ്ലിക് ഡിമാൻഡ് കൂടുതൽ എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് വ്യത്യസ്തങ്ങളായ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ധാരാളമായി 2, 3, 4 ബാച്ചുകളൊക്കെ കമ്പ്യൂട്ടർ സയൻസ് തന്നെയും ഒപ്പം അലൈഡ് ബ്രാഞ്ചസ് ആയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റാ സയൻസ്, സൈബർ സെക്യൂരിറ്റി തുടങ്ങിയ വിവിധങ്ങളായ ബ്രാഞ്ചുകളിലുമൊക്കെ സീറ്റുകൾ ധാരാളമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സമയമാണ്. ഇത്രയധികം സീറ്റുകൾ ഉണ്ടെങ്കിലും അതിനെല്ലാം ആവശ്യക്കാരും ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഓൺ ദി അതർ സൈഡ്, എല്ലാ സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുന്നതിന് ഒരു ഹാർഡ്വെയർ അഥവാ ഇലക്ട്രോണിക് സിസ്റ്റംസ് നമുക്ക് ആവശ്യമുണ്ട് എങ്കിൽ പോലും, ഇത്രയുമധികം ഇൻഡസ്ട്രി ഡിമാൻഡ് ഇതിനുണ്ട് എങ്കിൽ പോലും, പോപ്പുലർ ഡിമാൻഡ് വൈസ് ആസ് ഓൺ ടുഡേ ഇലക്ട്രോണിക്സ് ഇസ് സ്ലൈറ്റ്ലി ബിലോ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഒരു പക്ഷേ ഈ പോപ്പുലർ ഡിമാൻഡിന്റെ കുറവ് കൊണ്ടാണ് കോളേജുകളിൽ നോക്കിയാൽ പോലും ഇലക്ട്രോണിക്സിന്റെ സീറ്റുകൾ കമ്പ്യൂട്ടർ സയൻസിനെ അപേക്ഷിച്ച് വളരെ കുറവായിട്ടാണ് ആസ് ഓൺ ടുഡേ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ ഒരു മറുവശം എന്ന് പറയുന്നത് പ്ലേസ്മെന്റ് കാര്യത്തിലാണെങ്കിലും അഡ്മിഷൻ കാര്യത്തിലാണെങ്കിലും കോമ്പറ്റീഷൻ കുറവായിരിക്കും ഇലക്ട്രോണിക്സിൽ എന്നർത്ഥം. ഇനി നമുക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റുകളുടെ ലേറ്റസ്റ്റ് ട്രെൻഡ് ഒന്ന് നോക്കാം. കമ്പ്യൂട്ടർ സയൻസിന് കേരളത്തിലെ ക്യാമ്പസുകളിൽ നോക്കുകയാണെങ്കിൽ 4 ലക്ഷം മുതൽ 12 ലക്ഷം വരെ ഡിപ്പെൻഡിംഗ് ഓൺ യുവർ സ്കിൽസ് ആണ് ക്യാമ്പസ് പ്ലേസ്മെന്റ് സാലറീസ്. ഇനി നമുക്ക് ഇലക്ട്രോണിക് സ്റ്റുഡൻസിന്റെ പ്ലേസ്മെന്റ്സ് നോക്കാം. സിമിലർ സാലറി സ്ട്രക്ചറിലുള്ള പ്ലേസ്മെന്റ് ആയിരിക്കും സ്കിൽ അനുസരിച്ചിട്ട് IT സെക്ടറിലുള്ള പ്ലേസ്മെന്റിന് ഇലക്ട്രോണിക് സ്റ്റുഡൻസിനും ലഭിക്കുക. ഇലക്ട്രോണിക്സിന്റെ കോർ ഹാർഡ്വെയർ സെക്ടറിലുള്ള പ്ലേസ്മെന്റ് ആണെങ്കിൽ സാലറി സ്ട്രക്ചറിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടാകും എന്നുള്ളത് വാസ്തവമാണ്. ഓക്കെ, ഇനി നമുക്ക് 2 ബ്രാഞ്ചുകളുടെയും ഫ്യൂച്ചർ സ്കോപ്പ് ആൻഡ് ഇന്റർ ഡിസിപ്ലിനറി ഓപ്ഷൻസ് ഒന്ന് നോക്കാം. കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ ഓരോ നിമിഷവും എന്ന പോലെ തന്നെയാണ് പുതിയ ഡെവലപ്മെന്റ്സ് നടക്കുന്നത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റാ സയൻസ്, സൈബർ സെക്യൂരിറ്റി, ഫിൻടെക്, ബയോ ഇൻഫർമാറ്റിക്സ്, കമ്പ്യൂട്ടേഷണൽ ബയോളജി, ബിസിനസ് സിസ്റ്റംസ്, UI UX ഡിസൈൻ തുടങ്ങി വിവിധങ്ങളായ മേഖലകളിലൊക്കെ കമ്പ്യൂട്ടർ സയൻസ് ഫ്ലറിഷ് ചെയ്യുകയാണ്. മറുവശത്ത് ഇലക്ട്രോണിക്സ് ആകട്ടെ റോബോട്ടിക്സ്, ഡ്രോൺസ്, IoT, VLSI, എംബഡഡ് സിസ്റ്റംസ്, സൈബർ ഫിസിക്കൽ സിസ്റ്റംസ്, ICs തുടങ്ങിയ മേഖലകളിലൊക്കെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് തന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി നട്ഷൽ ഫ്യൂച്ചർ സ്കോപ്പ് നോക്കുകയാണെങ്കിൽ 2 ബ്രാഞ്ചുകൾക്കും ഒരുപോലെ ഫ്യൂച്ചറുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ വരുന്ന അടുത്ത ചോദ്യം, ഇങ്ങനെയാണെങ്കിൽ ഇതിൽ ശരിയായ ബ്രാഞ്ച് എങ്ങനെ സെലക്ട് ചെയ്യും എന്നുള്ളതായിരിക്കും അല്ലേ? അതിന് വഴിയുണ്ട്. ഇറ്റ്സ് ബേസിക്കലി ഡിപ്പെൻഡ്സ് ഓൺ യുവർ പേഴ്സണാലിറ്റി, ആപ്റ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, ഓറിയന്റേഷൻ സ്റ്റൈൽ. ഇവയൊക്കെ വരുന്ന ഒരു കോമ്പിനേഷൻ അനുസൃതമായിട്ടായിരിക്കണം നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് ആണോ ഇലക്ട്രോണിക്സ് ആണോ വേണ്ടത് എന്ന് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഇത്തരം ഡയമെൻഷൻസിനെ നിങ്ങൾ തന്നെ ഒന്ന് ശരിയായി അസസ് ചെയ്ത് നോക്കിയാൽ ഈ തീരുമാനം വളരെ എളുപ്പമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. For example, if you are more of a logical person, logical thinking, logical reasoning, expertise, അതുപോലെ തന്നെ you can sit for long hours focused on doing certain things. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ആസ്പെക്ട്സ് എങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിൽ ബി എ റൈറ്റ് ചോയ്സ് ഫോർ യു. കമ്പ്യൂട്ടർ സയൻസിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, സൈബർ സെക്യൂരിറ്റി ഏരിയകളിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല പേഷ്യൻസ് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. മറിച്ച് ആദ്യം പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ലിറ്റിൽ ബിറ്റ് മോർ ഇൻട്രസ്റ്റ് ഇൻ ഹാർഡ്വെയർ, സർക്യൂട്ട്സ്, ഫിസിക്കൽ സിസ്റ്റംസ്, കുറച്ചൊക്കെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഇതിലൊക്കെ താല്പര്യമുള്ള ആളാണ് എങ്കിൽ, കുറച്ചുകൂടി ഫിസിക്കൽ ആക്ടിവിറ്റീസിനും കൂടി താല്പര്യം കൂടുതലുണ്ട് എങ്കിൽ കമ്പയർഡ് ടു ദ പ്രീവിയസ് വൺ, then electronics and communication will be a better branch for you. ഇനി ഇങ്ങനെയൊക്കെ നോക്കിയിട്ടും സ്റ്റിൽ there is a confusion. ഞാനൊരു ചെറിയ തമ്പ് റൂൾ പറയാം, വളരെ സ്പെസിഫിക് ആയിട്ട് മാത്രം ഉപയോഗിക്കണം. അതെന്താണെന്ന് വെച്ചാൽ, പഠിക്കുന്ന സമയത്ത് നമുക്ക് മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ്, ഇതിൽ ഫിസിക്സിനോടാണ് കൂടുതൽ താല്പര്യം, കൂടുതൽ അഫെക്ഷൻ, കൂടുതൽ ഇൻട്രസ്റ്റ് എങ്കിൽ ഇലക്ട്രോണിക്സ് ആയിരിക്കും ബെറ്റർ ബ്രാഞ്ച്. അല്ല, മാത്തമാറ്റിക്സിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ഫിസിക്സിനെ അപേക്ഷിച്ചെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലേക്ക് പോകാം. മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ വെരിഫൈ ചെയ്തതിന് ശേഷം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക, 2 ബ്രാഞ്ചിൽ ഏത് ഓപ്റ്റ് ചെയ്താൽ പോലും സോഫ്റ്റ്വെയർ ഡെവലപ്പിൽ നമുക്കൊരു താല്പര്യം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഇതോടൊപ്പം തന്നെ ശരിയായ ബ്രാഞ്ച് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പഠനകാലത്ത് തന്നെ ആവശ്യമായ ആഡ് ഓൺ കോഴ്സുകൾ, ഇന്റേൺഷിപ്പുകൾ, പ്രോജക്റ്റുകൾ ഒക്കെ ചെയ്ത് നമ്മുടെ സ്കിൽ അപ്സ്കിൽ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴാണ് നമുക്ക് ഹയർ ലെവലിലുള്ള പ്ലേസ്മെന്റ് ലഭിക്കുന്നത് എന്ന കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധയുണ്ടായിരിക്കണം. ഈ ബ്രാഞ്ചുകളിൽ നിങ്ങൾക്ക് അനുയോജ്യമായത് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ട കൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഇതിനെക്കുറിച്ച് ഇനിയുമുണ്ടെങ്കിൽ, മറ്റു ബ്രാഞ്ചുകളെക്കുറിച്ചോ സംശയങ്ങൾ ഉണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. അവർ എക്സ്പേർട്സ് വിൽ ഗെറ്റ് ബാക്ക് ടു യു വിത്തിൻ 48 hours. എല്ലാവർക്കും നന്നായി പഠിക്കുന്നതിനും നല്ല കരിയർ തിരഞ്ഞെടുക്കുന്നതിനും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.